ഹായ്, വെൽക്കം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങളുടെ ലൈഫിൽ വേദനാജനകമായിട്ടുള്ള എന്തെങ്കിലും ഒരു അവസ്ഥ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റേജിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ എനർജീസ് റെസനേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. എന്ത് മെസ്സേജാണ് അല്ലെങ്കിൽ എന്ത് പാഠമാണ് ഇതിലൂടെ യൂണിവേഴ്സ് നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഈ റീഡിങ്ങിലൂടെ നോക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് എടുക്കേണ്ട ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ എന്ത് അഡ്വൈസാണ് യൂണിവേഴ്സ് തരുന്നത് എന്ന് നോക്കാം. എന്തായാലും റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഈ ലൈഫിൽ ഈ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ വന്ന ഒരു സമയത്ത് നിങ്ങളുടെ ഒരു എനർജി എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വിഷമം നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തതും, എങ്കിൽ കൂടി മനസ്സിൽ നല്ല സങ്കടമുണ്ട്, എങ്കിൽ കൂടി നമുക്കത് പുറത്ത് പറയാനോ അല്ലെങ്കിൽ പ്രകടിപ്പിക്കാനോ നിൽക്കാതെ വളരെ പുറത്ത് സ്ട്രോങ് ആയി നിന്നൊരു സ്റ്റേജൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ തളർന്നു പോയി നിൽക്കുന്ന സ്റ്റേജ് ആണെങ്കിൽ കൂടി പുറമേക്ക് വളരെ ധൈര്യം കാണിച്ച് മുന്നോട്ട് നീങ്ങേണ്ട ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ പോയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ആന്തരികമായിട്ടുള്ള ദുഃഖവും വേദനയാണെങ്കിലും പുറമേ നിന്ന് നോക്കുന്ന ഒരു വ്യക്തിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു മോശമായ സ്ഥിതിയിൽ പോലും ഈ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ നിങ്ങളുടെ ലൈഫിൽ വന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പല തുടക്കങ്ങൾ അല്ലെങ്കിൽ പല നീക്കമില്ലായ്മ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഡിപ്പെൻഡ് ആയ പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ കുറച്ചും കൂടി സ്വന്തമായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ട് കുറച്ചും കൂടി നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായി മുന്നോട്ട് നീങ്ങാനുള്ള ഒരു പാഠമായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്കൊരു മെസ്സേജ് തന്നിരിക്കുന്നത്. അതേസമയം ഇവിടെ പലർക്കും ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു പാറ്റേൺ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. ടോക്സിസിറ്റി ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, എഡിക്ഷൻസ് പോലെയുള്ളൊരു ഒരു വളരെ ഒബ്സസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലും കാര്യങ്ങളിലൊക്കെ പോയ വ്യക്തികളോട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു കണക്ഷൻ ഒരു ലിമിറ്റ് വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ അർഹിക്കുന്നവർക്ക് കൊടുക്കണം എന്നുള്ളൊരു പാഠം പഠിപ്പിക്കാനാണ് യൂണിവേഴ്സ് ഈ ഒരു അവസ്ഥ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളെല്ലാവരും ഒരുപോലെ ട്രസ്റ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ അതുപോലെയാണ് മുന്നിലുള്ള ഒരു വ്യക്തി എന്ന് ഒരു നിഗമനത്തിലേക്ക് പോകുന്ന വ്യക്തിയാണെങ്കിൽ ആ ഒരു ചിന്താഗതി നിങ്ങളെ മാറ്റാനായിട്ടാണ് ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേജ് നിങ്ങളെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത്. ഒരുപാട് അന്ധമായിട്ട് പല കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവും വ്യക്തികളായിരിക്കാം. എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഈ വന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഒരു കാർമിക് സൈക്കിള് അവസാനിക്കുന്ന ഒരു സ്റ്റേജ് ആയിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ കർമ്മബലത്തിൻ്റെ കഴിഞ്ഞ ജന്മത്തിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത എന്തെങ്കിലും കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്നത്. പക്ഷെ ആ ഒരു സ്റ്റേജ് ഇവിടെ സൈക്കിള് ഓൾമോസ്റ്റ് എൻഡ് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ പോകുന്ന ആ ഒരു പാറ്റേൺ വളരെ വിഷമഘട്ടങ്ങളിലൂടെയൊക്കെ പോകുന്ന വ്യക്തികളാണെങ്കിൽ അതിലൊരു മാറ്റം തന്നെയാണ് ഉടനെ വരുന്നത്. മാത്രമല്ല യൂണിവേഴ്സ് എല്ലാ കാര്യത്തിലും നിങ്ങൾക്കൊരു സമത്വം കൊണ്ടുവരാനാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഒരു ബാലൻസിങ് എനർജി നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാം എന്നുള്ളതാണ്. നമ്മൾ ഒരു കാര്യത്തിൽ ഒരുപാട് ഇൻവോൾവ് ആയി അല്ലെങ്കിൽ ഒരുപാട് ഡിപ്പെൻഡ് ആയി പോകരുത്. എല്ലാത്തിലും, അത് ബന്ധങ്ങളുടെ കാര്യത്തിലായാലും ഫിനാൻഷ്യൽ കാര്യത്തിലായാലും ട്രസ്റ്റിൻ്റെ കാര്യത്തിലായാലും നിങ്ങളെല്ലാത്തിലും ഒരു ബാലൻസ്, മിതത്വം കൊണ്ടുവരണം, മോഡറേറ്റായി നിൽക്കണം എന്നുള്ളൊരു പാഠം കൂടിയാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്നത് ഒരു ലക്ക് ഫാക്ടറൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ഉടനെ. എന്ത് തന്നെയായാലും നിങ്ങളുടെ ആ ഒരു കാർമിക് പാറ്റേണിൻ്റെ ഒരു എൻഡാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ലൈഫിൽ കഴിഞ്ഞു പോയ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇപ്പോഴും തുടർന്ന് പോകുന്നുണ്ടാവാം, അതൊരിക്കലും ഒരു ലൈഫ് ടൈം അല്ല എന്ന് മനസ്സിലാക്കാം. അതിനൊരു ഉടനെ തന്നെ ഒരു അവസാനം വരുന്നുണ്ട്.
നിങ്ങൾക്കിപ്പോൾ എടുക്കേണ്ട ഒരു സ്റ്റെപ്പും നിങ്ങൾ അത് തന്നെയാണ്. നിങ്ങളുടെ എന്തോ ഒരു ലൈഫിൽ സംഭവിച്ച ഒരു കാർമിക് കാര്യങ്ങളാണ് എന്നുള്ളൊരു കാര്യം ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. സ്വയം പഴിക്കുന്ന ഒരു മെൻറ്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. സ്വന്തം തെറ്റുകൊണ്ടാണ് അല്ലെങ്കിൽ സ്വന്തം നമ്മളെ തന്നെ പഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെൻറ്റാലിറ്റി നിങ്ങൾ മാറ്റാനായിട്ട് ശ്രമിക്കുക. ഇവിടെ നിങ്ങളൊരു ഫ്യൂച്ചർ ഔട്ട്കം എന്ന് പറയുമ്പോഴും നിങ്ങളിപ്പോൾ ഇനി എന്താണോ കൊടുക്കുന്നത്, ചിലർക്ക് ഈ റിലേഷൻഷിപ്പിൽ വന്ന പ്രശ്നങ്ങൾ കൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ ഒരു ട്രസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടാവാം. പക്ഷെ മുന്നിലേക്ക് പോകുമ്പോഴും എല്ലാ വ്യക്തികളും ഒരുപോലെയല്ല, അല്ലെങ്കിൽ എല്ലാ വ്യക്തികളെയും നിങ്ങളിപ്പോൾ ഈ ഒരു പാഠം നിങ്ങളുടെ ലൈഫിൽ വന്നില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ മുന്നോട്ടും ഒരുപോലെ ട്രസ്റ്റ് ചെയ്ത് ഒരുപോലെ കണ്ണടച്ച് വിശ്വസിച്ച് പോകുന്ന ഒരു പാറ്റേൺ ആയിരിക്കും. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ലെസണാണ് ഇവിടെ യൂണിവേഴ്സ് തന്നിരിക്കുന്നത്. അപ്പോൾ മുന്നോട്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു ഫ്യൂച്ചറിൽ നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതുപോലെയുള്ള ഒരു ഔട്ട്കം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യത്തിലായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാര്യത്തിലാണെങ്കിലും നിങ്ങൾ ഇനി എന്താണോ ഒരു വ്യക്തിക്ക് കൊടുക്കാൻ, ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊരു ഹീലിംഗ് പീരീഡിൻ്റെ ആവശ്യമുണ്ട്. ആ ഒരു ഹീലിംഗ് പീരീഡ് ആക്സെപ്റ്റ് ചെയ്യുക. ഹീലിംഗ് പീരീഡ് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളൊരു കുറ്റക്കാരായിട്ട് കാണുന്നൊരു ആറ്റിറ്റ്യൂഡ് മാറ്റാനായിട്ട് ശ്രമിക്കാം. ഫ്യൂച്ചറിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, ലക്ക് നിങ്ങളിൽ വരുന്നുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ തയ്യാറാവുക. ഓരോ ടൈമും നിങ്ങൾ സ്വയം ഹീൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ലൈഫിലുണ്ടാകുന്ന ആ ഒരു ട്രോമ, ആ ഒരു ബാഡ് ലക്ക് കാര്യങ്ങളെല്ലാം അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്ത് വരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു പെയിൻഫുൾ ചാപ്റ്റർ ഉണ്ടാകാനുള്ളൊരു കാരണം എന്താണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകാനുള്ളൊരു അഡ്വൈസ് എന്ന് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുമായിട്ട് ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ചെയ്തുവെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഐ ക്ലെയിം പോസിറ്റീവ് എനർജി എന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.